ഇന്ന് നമുക്കൊരു പുട്ടുണ്ടാക്കിയാലോ? പുട്ടെന്ന് പറഞ്ഞാൽ ഒരു ഉഡായിപ്പ് പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉതിരിപ്പുട്ടെന്നാട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക. പണ്ട് തറവാട്ടിലായിരുന്നപ്പോൾ അമ്മാമ്മ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഇത്. അന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു തറവാട്ടിൽ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ കുറ്റി പുട്ട് ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങാണ്. അതുകൊണ്ട് ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് തേങ്ങയും പിന്നെ നമ്മുടെ പുട്ടിൻ്റെ പൊടി കുതിർത്തതും അങ്ങോട്ട് ഇടും. എന്നിട്ട് അങ്ങോട്ട് ആവി കയറ്റും. അതിനെയാണ് ഈ ഉതിർപ്പുട്ട് എന്ന് പറയുന്നത്. ഞങ്ങൾ എന്നിട്ട് പേരാണ് ഉഡായിപ്പ് പുട്ടെന്ന്. നമ്മുടെ മനസ്സിൽ പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിപ്പുട്ടാണല്ലോ. അപ്പോൾ ഇത് പുട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും ഉഡായിപ്പ് പുട്ടുണ്ടാക്കി തന്നാണെന്ന്. അങ്ങനെ നമ്മുടെ പുട്ട് റെഡിയായി. പുട്ടിൻ്റെ കറി ഇന്ന് കടലക്കറിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ റെഡിയായി, പുട്ടും കടലക്കറിയും.